കാക്കണമേ നോക്കണമേ കേക്കണമേ ദൈവമേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇനി രാജേട്ടന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു സിനിമ, അതും മഹേഷ് മാരുതി ആസിഫലി നായകനാകുന്ന സിനിമയും ഒരു വലിയ സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി നമ്മൾ ഫണ്ട്സ് അപ്പോൺ ടൈമിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള ആശംസകൾ. എന്താ ഇവിടെ ഞാനിവിടെ കിടന്ന് മരിച്ച് ഇത്ര അഭിനയിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതിയാ? നമ്മളൊരു കലാകാരനല്ലേ ഇവിടെ വന്ന് ഈ പെർഫോം ചെയ്തിട്ട് ഒന്ന് എന്തെങ്കിലും. ഞങ്ങളും വേറൊരു മാറ്റർ സംസാരിച്ചോണ്ടിരിക്കുന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഇത്ര ഇവിടെ കിടന്ന് കളിച്ച് കണ്ടില്ലേ? ഇത് എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ? എന്താണ് ഇത്? സ്വാതന്ത്ര്യ സമര സേനാനിയോ? ആ, ഇതോ ഈ കൈയൊക്കെ കെട്ടി വെച്ച് ചെയ്തിട്ടൊന്നും മനസ്സിലായി. ഞാനേ ഈ മറ്റേ CBI മമ്മൂക്ക് പിടിച്ചേക്കുന്ന പോലെ എന്തോ പിടിച്ചേക്ക. അപ്പൊ കൈ കെട്ടിയിട്ടുണ്ട്. കൈ കെട്ടി വെച്ചിട്ടാണ് റിസ്ക് എടുത്ത് അഭിനയിക്കണേ. ബ്രിട്ടീഷുകാര് കൈ കെട്ടി വിട്ട് അങ്ങനെ എന്തോ സാധനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ. വെടികൊള്ള കണ്ടില്ലേ? ശ്രദ്ധിക്കല്ലേ? ഇല്ല, കണ്ടില്ല. രണ്ട് വെടി കൊണ്ടിട്ട് ഇവിടെ ഞാനേ രണ്ടാമത്തെ വെടിയാണ് കൂടുതൽ ഇത്രയും പെർഫോം ചെയ്തിട്ട് രാജേട്ടൻ എനിക്ക് തോന്നി കാര്യം തരാം. ഈ കൈ ബാക്കി കെട്ടിയിട്ടില്ലേ, അത് റെസ്ട്രിക്ട് ചെയ്തു. കൈകെട്ട് കൂടാതെ വേറെ വല്ല കൈ കെട്ടാതിരിക്കുവാണ് നല്ലത്. എന്നാലും നിങ്ങൾക്ക് അത് ഒന്ന് കൈ ഫിർഡാനാന്ന് അയച്ചു കൊടുത്തത്. ഞാനത് ഇതുപോലെ കൈയുടെ കെട്ടെന്ന് അയച്ച് ഇപ്പൊ കൈ ഉപയോഗിക്കാൻ പറ്റും. ഇനി വെടുകൊള്ളുന്ന ഒരു സീൻ ചെയ്താല് ഇങ്ങനെ കൈയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ കാണിക്കണ്ട കേട്ടോ, നിങ്ങൾ കാണിക്കാൻ പോകുന്ന പോലെ തോന്നിയിരിക്കും അല്ലേ? ഉള്ളിൽ ഇങ്ങനെ കാണിക്കണം. അല്ല, കൈ കെട്ടാത്തപ്പോഴും കൂടെ ഞാൻ പറയുന്നതേ, ഇങ്ങനത്തെ സീനുകൾ വരുമ്പം നമ്മുടെ ഈ ഫ്ലോറിലോട്ട് വരുമ്പോൾ നിങ്ങൾ കൈ കെട്ടിയല്ല വരേണ്ടത്. അപ്പം ഞാൻ ഒരു ചെറിയ ശേഷം പറയാം. ഡയാനെ ഇതെടുത്തേ, ഡയാനെ ഇത് പിടിച്ചേ, വായൊന്ന് മൂടി കെട്ടിക്കേ. നീക്ക് ഡയാന കൈയും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കുക. പൊള്ളിക്കണം നമ്മള്. ഡയലോഗ് എന്തൊക്കെയോ ആലോചിക്കണ്ടെന്ന് തോന്നുന്നു. കെട്ടിയില്ലേ? ഓക്കെ. ചുമന്ന് മാറ്റി.